മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ പരിരക്ഷയും ഉറപ്പാക്കിക്കൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിക്കുന്നത് തന്നെ. തന്റെ മുന്നിൽ വന്ന് സങ്കടമോതുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ കാണിച്ചു കൊടുക്കാറുണ്ട്, വളരെ കൃത്യമായി കാണിച്ചു കൊടുക്കാറുണ്ട്. ആയിഷ ബീവി ഉള്ളപ്പോൾ തന്നെ, ആയിഷ ബീവിയുടെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചോദിക്കുമ്പോ നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതൊക്കെ അങ്ങേയറ്റം വരെ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കാൻ ഏതെങ്കിലും നിലയിൽ നബി തങ്ങൾ ഏറ്റവും വലിയ ലജ്ജയുള്ള ആളായിരുന്നു. മണിയറയിലെ കന്യകയായ മധു മണവാട്ടിയെ പോലെ അതിനേക്കാൾ അള്ളാഹുവിന്റെ ഹബീബ് ലജ്ജയുള്ള ആളായിരുന്നു എന്ന് സഹാബത്ത് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളുടെ സാന്നിധ്യത്തിൽ, നബിതങ്ങളുടെ അസാന്നിധ്യത്തിൽ ആ സ്ത്രീകൾക്ക് വേണ്ട മസലകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ നിലയിൽ സ്ത്രീകളെ കേൾക്കാൻ നബിതങ്ങൾക്ക് കഴിഞ്ഞു. ഒരു ഭാഗത്ത് തന്റെ മുന്നിൽ വന്ന് തർക്കിച്ച പെണ്ണുങ്ങൾക്ക്, ആ സ്ത്രീക്ക് ഏറ്റവും അവരുടെ ആവശ്യമനുസരിച്ചുള്ള എല്ലാ പരിരക്ഷയും നൽകുന്നു. രണ്ടാമത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുമ്പിൽ ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഘടകം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെയും പ്രിയപ്പെട്ട പ്രവാചകന്റെ ഇടപെടലുണ്ടായി. ഏറ്റവും മനോഹരമായി നമ്മളൊക്കെ വികാരത്തോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനയിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി 1500ഓളം സഹാബത്തുമൊത്ത് കടന്നു വരികയാണ്. ഒരു ദിവസം പാതിരാത്രിയിൽ നബി തങ്ങൾ സ്വപ്നം കണ്ടു കഅബ ഷരീഫിനെ പരിശുദ്ധമായ മണ്ണിൽ നിന്ന് പലായനം ചെയ്തിട്ട്, ആ പലായനം ചെയ്ത വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ കഴിയാതെ ആ മക്കയിലേക്കൊന്ന് തിരിച്ചു വരണമെന്ന് മനസ്സ് മോഹിക്കുമ്പോ ഒരു ദിവസം പാതിരാത്രിയിൽ സ്വപ്നം കാണുകയാണ്. അള്ളാന്റെ ഹബീബും സഹാബത്തും അതാ മക്കയിൽ വന്ന് ഉംറ ചെയ്യുന്നതായി. അങ്ങനെ ഉംറ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത് മദീനയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളും സഹാബത്തും യാത്ര ആരംഭിച്ചു ഹുദൈബിയയിലെത്തി. ആ ഹുദൈബിയയിലെത്തുമ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മക്കയിൽ അയച്ച്, ഞങ്ങൾ ഒരിക്കലും യുദ്ധത്തിന് വന്നതല്ല, ഒരിക്കലും ഞങ്ങൾ ആക്രമിക്കാൻ വന്നതല്ല, ഒരു പ്രശ്നത്തിന് ഞങ്ങൾ നിൽക്കുന്നവരല്ല, ഞങ്ങൾ പരിശുദ്ധമായ ഉംറ നിർവഹിച്ചിട്ട് ഞങ്ങൾ മടങ്ങി പോകാമെന്ന് പറഞ്ഞു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അനുവദിക്കുന്നില്ല, മക്കയിൽ വന്ന് ഉംറ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അവസാനം സഹോദരങ്ങളെ സന്ധി നടക്കുകയാണ്. അതിന്റെ പേരാണ് ഹുദൈബിയ സന്ധി. ആ സന്ധിയിലെ കരാറുകൾ ഒപ്പുവെച്ചു റസൂലുള്ളാഹിയും മക്കക്കാരും തമ്മിൽ ഒരു കരാറുണ്ടാക്കി. ഈ വർഷം ഉംറ ചെയ്യരുത്, പോകണം, അടുത്ത വർഷം വന്ന് ഉംറ ചെയ്യണമെന്ന കരാറ് വെക്കുകയാ. അങ്ങനെ നിരവധി കരാറുകൾ വെച്ചതിൽ ഒരു കരാർ എന്തെന്നറിയോ? ആരെങ്കിലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാ മദീനയിൽ നിർത്താൻ പാടില്ല. നിങ്ങൾ മദീനയിൽ താമസിക്കുമ്പോ മക്കക്കാരെങ്കിലും ഈ നാട് വിട്ട് മദീനയിൽ നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടുവന്നാൽ അവിടെ ഒരിക്കലും നിങ്ങൾ നിർത്തരുത്, തടഞ്ഞു വെക്കരുത്, തിരിച്ച് മക്കയിലേക്ക് വിടണം. അഥവാ ഇനി മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാലോ ഞങ്ങളങ്ങോട്ട് തിരിച്ചു വിടുകയുമില്ല. നീതിയില്ലാത്ത അവരുടെ കരാറ് പല സഹാബാക്കൾക്കും വിഷമമുണ്ടാക്കിയെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ആ സന്ധി ഞാൻ ഒപ്പുവെക്കുകയാണ്, ഞാൻ അതിന് തയ്യാറാണ്. ആരെങ്കിലും മക്കയിൽ നിന്ന് മദീനയിൽ എന്നെ തേടി വന്നിട്ട് എന്റെ മുന്നിൽ വന്ന് കലിമ ചൊല്ലി മുസ്ലിമായ ഞാൻ അവിടെ നിർത്തൂല, തിരിച്ച് മക്കയിലേക്ക് വിട്ടേക്കാ. എന്നാ മദീനയിൽ എന്റെ അനുയായികളിൽ ആരെങ്കിലും മതം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിലേക്ക് വന്നാൽ ആ മക്കയിലേക്ക് തിരിച്ചു വിടണം, തടഞ്ഞു നിർത്താൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സമ്മതിക്കുകയാ. യാതൊരു നിലയിലും പ്രവാചകന് ഒരു കാരണവശാലും അതിൽ വെറുപ്പ് കാണിച്ചില്ല. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ദൂതർ സമ്മതിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ മക്കയിൽ നിന്ന് പലരും കടന്നു വന്ന് റസൂലുള്ളാഹിയെ കാണാൻ മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഹുദൈബിയ സന്ധിയിൽ ഞങ്ങൾ കരാറ് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തിരിച്ചു പോകണം, മക്കയിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞ് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പല സഹാബാക്കളെയും തിരിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോ മക്കയിൽ നിന്ന് മുസ്ലിമത്തായ ഒരു പെണ്ണ് വരികയാ. ആരാ
ആരാണ് ആ പെണ്ണെന്നറിയോ? ഉഖ്ബത്ത് ബിൻ അബീ മുഈത്തിന്റെ പ്രിയപ്പെട്ട മകൾ ഉമ്മു കുൽസുമാ വരുന്നത്. ആ ഉമ്മു കുൽസും മക്കയിൽ നിന്ന് 480 കിലോമീറ്റർ അധികം അപ്പുറത്തുള്ള മദീനയിലേക്ക് കടന്നു വന്ന റസൂലുള്ളാഹിന്റെ മുന്നിലെത്തുകയാ. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ വിശ്വാസം ഉള്ളിലും മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും നാള് കുടുംബത്തിൽ കഴിയുകയായിരുന്നു. അതുകൊണ്ട് ഇതാ ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് വന്നു നബിയേ. എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കണം റസൂലേ. എനിക്ക് അല്ലാഹുവിനെ വണങ്ങിക്കൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കണം നബിയേ. അതിനെന്നെ അനുവദിക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭവം കാണുകയാ. റസൂലുള്ളാഹിന്റെ മുഖം വിവരണമാവുകയാ. എന്താണ് കാര്യമെന്നറിയോ? ഉമ്മു കുൽസൂം ചോദിച്ചു, നബിയേ, എന്തു പറ്റി? ഞാൻ മുസ്ലിമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് അങ്ങയുടെ മുഖത്ത് എന്താണ് പ്രകാശമില്ലാത്തതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഉമ്മു കുൽസുവിനോട്, പ്രിയപ്പെട്ടവളെ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഹുദൈബിയയിൽ ഞാൻ സന്ധിയിൽ ഒപ്പുവെച്ചിരിക്കുകയാ. മക്കയിൽ നിന്ന് ആര് വന്നാലും തിരിച്ച് ഞാൻ വിട്ടേക്കാമെന്ന് ഒപ്പുവെച്ചു. ആ സമയത്ത് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മു കുൽസൂം പറഞ്ഞതെന്തെന്നറിയോ? നബിയേ, ഒരാണിനെ തിരിച്ചുവിടും പോലെയാണോ ഒരു പെണ്ണിനെ തിരിച്ചുവിടുന്നത്? ഞാൻ അവിടെ ഇസ്ലാമിലായി മുസ്ലിമത്തായി ഈമാനോടെ എന്റെ വീട്ടിൽ കഴിഞ്ഞവളാ. പക്ഷേ കുഫാറുകളുടെ ഇടയിൽ എനിക്ക് എങ്ങനെ എത്ര നാളെ കഴിയാൻ പറ്റും നബിയേ? അതുകൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ മുഹാജിറത്തായി വന്നതാ, ഹിജ്റ വന്നതാ നബിയേ. അങ്ങയോടുള്ള സ്നേഹമാണ്, പടച്ചവനോടുള്ള ഹബ്ബാണ്, സ്വർഗത്തോടുള്ള ആഗ്രഹമാണ്, ദീനിനോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് റസൂലേ, എന്നെ തിരിച്ചുവിടല്ലേ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു അറിയിപ്പ് പ്രത്യേകമായി കിട്ടാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ഒന്നും മറുപടി പറഞ്ഞില്ല. വേദനയോടെ ഇനി തിരിച്ചുപോയാൽ പീഡനങ്ങളുടെ ഘോഷയാത്രയായിരിക്കുമെന്നറിയാ. അതുകൊണ്ട് തന്നെ സങ്കടത്തോടെ നിൽക്കുമ്പോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ ഭാഗത്തേക്ക് കടന്നു വരികയാ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മുംതഹിന, ആ സൂറത്തുൽ മുംതഹിനയുടെ ചില ആയത്തുകളെ ഓതി കൊടുക്കുകയാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. ആ അധ്യായത്തിനും പേര് കിട്ടിയത് സൂറത്തുൽ മുംതഹിന എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പരിശോധന, ഒരു ടെസ്റ്റ് പേപ്പർ, അതല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരിശോധനയ്ക്ക് വിധേയാക്കുകയാണ്. അള്ളാന്റെ വിശുദ്ധ ഖുർആനിന്റെ ആ അധ്യായം പോലും അവതരിപ്പിക്കപ്പെടാൻ കാരണം അത് തന്നെയാ. അല്ലാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്ത്, മുഅ്മിനീകളായ സ്ത്രീകൾ പലായനം ചെയ്ത് നിങ്ങളുടെ മുന്നിലെത്തിയാൽ, മക്ക വിട്ട് മദീനയിലേക്ക് എത്തിച്ചേർന്നാൽ, ഫംതഹിനൂഹുന്ന, നിങ്ങൾ അവരെ ഒന്ന് പരിശോധിക്കണം. എങ്ങനെയാ പരിശോധിക്കേണ്ടത്? അവര് പറയുന്നത് സത്യമാണോ? ചാരപ്പണി നടത്താനാണോ വന്നത്? അതല്ല ഈമാനോട് കൂടിയാണോ വന്നതെന്ന പരിശോധന നടത്തണം. അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന, അവരുടെ നെഞ്ച് കീറിയിട്ട് നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. അവരുടെ വിശ്വാസത്തെയും ഈമാനിനെയും അല്ലാഹുക്ക് നന്നായിട്ടറിയാ. അവര് മുഅ്മിനീങ്ങളാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ, ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ, അവരുടെ ഭർത്താക്കന്മാരാകുന്ന കാഫിരീങ്ങളിലേക്ക്, അവരുടെ പിതാക്കന്മാരാകുന്ന കാഫിരീങ്ങളിലേക്ക്, അവരുടെ കുടുംബമാകുന്ന കുഫാറുകളിലേക്ക് അവരെ പറഞ്ഞുവിടല്ലേ വിശ്വാസികളെ. നബിയെ,
അവരെ പറഞ്ഞു വിടല്ലേ. ലാഹുന്ന ഹില്ലുൽ ലഹും വലാഹും യഹില്ലൂന വലാഹും യഹില്ലൂന ലഹുന്ന. അല്ലാഹ് പറയുന്നു ഇനി അവർ തമ്മിൽ ഒരിക്കലും ഹലാലല്ല, അവരുടെ ഒരുമിച്ചുള്ള ജീവിതം അനുവദനീയമല്ല. അതുകൊണ്ട് നബിയെ, വിശ്വാസികളെ കുഫാറുകളിലേക്ക് ആ പെണ്ണുങ്ങളെ തിരിച്ചു വിടരുതെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇറങ്ങേണ്ട താമസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ മദീനയിൽ വെച്ച് ഒരു രാഷ്ട്രീയ തിരുത്തൽ നടക്കുകയാ, ഒരു രാഷ്ട്രീയ തിരുത്തൽ ഉണ്ടാവുകയാ. ഇന്നലെ വരെയും തിരിച്ചുവിട്ടത് പുരുഷന്മാരെയാണ്. പുരുഷന്മാരെ പോലെയല്ല ഒരു പെണ്ണിന്റെ അവസ്ഥ. ഒരു പുരുഷനെ നേരിടാൻ നല്ല കഴിവുണ്ട്, സാമർഥ്യമുണ്ട്. പക്ഷെ ഒരു പെണ്ണിനെ നേരിടാൻ സാമർഥ്യം പോരല്ലോ. അതുകൊണ്ട് പെണ്ണിന്റെ ജീവന് ഭീഷണി വരുന്ന ഘട്ടത്തില് ഒരു പെണ്ണിന് സുരക്ഷിതത്വം നൽകുന്ന പരിശുദ്ധ ഇസ്ലാം, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. മക്കയിൽ നിന്ന് ആര് മദീനയിൽ വന്നാലും തിരിച്ചുവിടണം. എന്തൊരു ന്യായമാണ്! വല്ലാത്തൊരു അനീതിയുടെ ന്യായമല്ലേ, അന്യായമല്ലേ പറഞ്ഞത്. പക്ഷെ നബി തങ്ങൾ അംഗീകരിച്ചു. മക്കയിൽ നിന്ന് മുസ്ലിമായി പലരും മദീനയിലെത്തി. അവരെ ഒക്കെ തിരിച്ചുവിട്ടു. പൊക്കോ, സന്ധിയിൽ ഞങ്ങൾ ഒപ്പുവെച്ചതാണ്, പിന്നീടാകാം എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടു. ആ കൂട്ടത്തിലാണ് ഉമ്മു കുൽസൂം വരുന്നത്. നബിയെ, ഒരു പുരുഷനെ പോലെ എന്നെ വിട്ടാൽ അത് അപകടമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവസാനം അള്ളാഹു ഇടപെട്ടു. പടച്ചതമ്പുരാൻ വിശുദ്ധ ആയത്തിറക്കി കൊടുത്തു. ആ വിശ്വാസിനിയായ ഒരു പെണ്ണിനെ നിങ്ങൾ ഒന്ന് പരിശോധിക്കും, മുഅ്മിനാണോ എന്ന്. എങ്ങനെ പരിശോധിക്കും? നിങ്ങൾ അവരോട് ചോദിക്കണം, നീ കറകളഞ്ഞ ഈമാനുള്ളവളാണോ എന്ന് ചോദിച്ചിട്ട് ഈമാനിൽ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ അവളെ ഒരിക്കലും തിരിച്ച് കുഫാറുകളിലേക്ക് വിടരുത് എന്ന് പറഞ്ഞ് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന്, ഒരു പെണ്ണിന്റെ ജീവൻ ഭീഷണിയിലാണെന്ന് കണ്ടപ്പോ അതിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇടപെടൽ ചെറുതായിരുന്നില്ല, ഒരിക്കലും ചെറുതായിരുന്നില്ല. ആ നിലയിൽ ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടപെട്ടു. ഭർത്താക്കന്മാരായ നമ്മൾ ഭാര്യമാർക്ക് ചെലവിന് മതിയായ ചെലവിന് കൊടുത്തില്ലെങ്കിൽ, ഇപ്പോ ചില ഭർത്താക്കന്മാര് ലുബ്ധന്മാരായിരിക്കും. അവര് ഭാര്യമാർക്ക് ചെലവിന് കാര്യമായിട്ടൊന്നും കൊടുക്കില്ല, എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അറിയാലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ജോലിക്ക് പോകുന്നവരല്ല. ഭർത്താക്കന്മാര് എന്താണോ കൊടുക്കുന്നത് അതാണ് അവരുടെ മുതൽ. അവർക്ക് വേറെ വരുമാനങ്ങളില്ല, അവർക്ക് വേറെ വരുമാന മാർഗങ്ങളില്ല. ഭർത്താവ് എന്താണോ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ് അവരുടെ കയ്യിൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ അറിയാതെ അടിച്ചു മാറ്റുന്ന കുറച്ച് കാശ് അവരുടെ കയ്യിൽ ഉണ്ടാവും. അതെന്തുകൊണ്ടായി അടിച്ചു മാറ്റുന്നത്? അടിച്ചു മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ഭർത്താവ് ഷർട്ട് കുപ്പായമൂരി ഹാങ്കറിൽ തൂക്കുമ്പോ, ഭർത്താവ് കുളിപ്പറയെ കയറുമ്പോ ഭാര്യ ചെന്നിട്ട് അറിയാതെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റും. അത് എന്തുകൊണ്ട് അടിച്ചു മാറ്റുന്നത്? നമ്മൾ മതിയായത് അവർക്ക് കൊടുക്കാത്തതിന്റെ പേരിലാണ്. സമാനമായൊരു സംഭവം ഉണ്ടായി. അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ വന്നു. ആരാ വരുന്നതെന്നറിയോ? ആരാ വരുന്നത്? ഞാൻ ഈ പറയുന്നതോടുകൂടി സഹോദരിമാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു നല്ല പ്രസംഗം ഇത്രയും നാള് ഞങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പോയിന്റ്, കണ്ടന്റ് ഇതായിരുന്നു എന്ന് മരിക്കുന്നത് വരെ അവർ മറക്കൂല എന്റെ ഇന്നത്തെ ഈ പ്രസംഗം, ഈ പറയാൻ പോകുന്ന കാര്യം. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ പറയാൻ. അതുകൊണ്ട് പുരുഷന്മാരോട് പറയാനുള്ളത്, ഒന്ന്, ചെലവിന് കൊടുക്കണം. രണ്ട്, ഇന്ന് മുതൽ പോക്കറ്റ് നന്നായിട്ട് സൂക്ഷിക്കാൻ വേണം. പോക്കറ്റ് നന്നായിട്ട് സൂക്ഷിക്കണം. എത്രയാ ഉള്ളതെന്ന് എണ്ണി തിട്ടപ്പെടുത്തി നിങ്ങൾ സൂക്ഷിച്ചോളി. ഞാൻ ഈ മസല പറയാൻ പോവാൻ, ദീനിന്റെ മസല ആയതുകൊണ്ട് പറയാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല. അതുകൊണ്ട് കൃത്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കേട്ടോളി. അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്നത് വേറെ ആരുമല്ല, ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണാണ്. ആരായി ഹിന്ദ്? ഉത്തുബത്തിന്റെ മകളാണ്. ഉത്തുബത്തിന്റെ മകള് ഹിന്ദ് ആരുടെ ഭാര്യയാണ്? അബൂ സുഫിയാന്റെ ഭാര്യയാണ്. അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബഖീലാണ്.
ഏറ്റവും വലിയ ബഖീലാണ് അബൂ സുഫിയാൻ. ഒരു നയാ പൈസ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൂല. കൊടുക്കും, ഇടയ്ക്കൊക്കെ കൊടുക്കുന്നത് മതിയായതുമല്ല. അങ്ങനെ വന്നപ്പോ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ആരംഭപ്പൂവായ ഹബീബിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഹിന്ദ്, ഉതുബത്തിന്റെ പൊന്നുമോള് ഹിന്ദ്, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്ന അബാ സുഫിയാൻ ബഖീലോ ശഹീഹോ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ വല്ലാത്ത ലുബ്ധനാ നബിയേ, എനിക്ക് മതിയായത് എനിക്ക് തരുന്നില്ല. അയാൾ എനിക്ക് തരുന്ന ദിർഹമുകൾ, ദീനാറുകൾ എനിക്ക് മതിയായതല്ല. അതുകൊണ്ട് നബിയെ, എനിക്കൊരു ചെറിയ സംശയമുണ്ട്, ചോദിച്ചോട്ടെ? എന്താ ഹിന്ദേ നിന്റെ സംശയം? എന്റെ ഭർത്താവ് അറിയാതെ ആ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എനിക്കും എന്റെ മക്കൾക്കും മതിയായത് ഞാൻ എടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ? എപ്പോഴാ? ഇതാരും മിസ്യൂസ് ചെയ്യരുത്. കടയിൽ ജോലിക്ക് ഇരിക്കുമ്പോ എനിക്ക് ശമ്പളം പോരാന്ന് പറഞ്ഞിട്ട് മോലാളി അറിയാതെ എടുക്കരുത്. അതിനല്ല ഈ പറയുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. ഒരു പെണ്ണിന് ചെലവിന് കൊടുക്കാതെ കറങ്ങി നടക്കുന്ന ഭർത്താവിനെ കടിഞ്ഞാനിടുകയാണ് അള്ളാന്റെ ഹബീബ്. അല്ലാതെ മോഷണത്തിന് പെണ്ണുങ്ങൾക്ക് അവസരം കൊടുക്കുന്നതല്ല. മറിച്ച് ചെലവിന് കൊടുക്കാതെ കറങ്ങി നടക്കുകയും ആ ഭാര്യയ്ക്ക് മതിയായത്, മക്കളെ പോറ്റാനും മതിയായത് ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഭർത്താവിനെ കടിഞ്ഞാണിടുന്ന ഒരു സാഹചര്യമാണ് വിശദീകരിക്കുന്നത്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഹിന്ദേ, എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല, ഇല്ലാ ബിൽ മഅറൂഫ്, പക്ഷേ നീ അത് കേട്ടുകൊണ്ട് മുഴുവൻ സ്വത്തും നീ എടുക്കരുത്, മതിയായത് മാന്യമായിട്ട് നീ എടുത്തോ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി പറയാം. 100 രൂപയിൽ കുറച്ച് മീൻ കിട്ടുന്ന ഒരു ദിവസവും ഇല്ല. 100 രൂപ കുറച്ച് ഒരു മത്സ്യവും കിട്ടില്ല. ഈ ഭർത്താവ് കൊടുക്കുന്നത് ആകെ 20 രൂപയോ 30 രൂപയോ കൊടുക്കും. അങ്ങേ അറ്റം പോയാൽ 50 രൂപ കൊടുക്കും. ഈ 50 രൂപ കൊണ്ട് മത്സ്യം വാങ്ങാൻ പറ്റില്ല. എന്നാൽ നിന്റെ ഭർത്താവ് അറിയാതെ 50 രൂപ കൂടി നിനക്ക് എടുക്കാം, അത് പ്രശ്നമല്ല എന്ന് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഹിന്ദ് എന്ന പ്രിയപ്പെട്ട അബൂ സുഫിയാന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നു. മതിയായത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, മതിയായത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ നമ്മുടെയൊക്കെ ചില ഭർത്താക്കന്മാർക്ക് ഈ കല്യാണത്തിന്റെ അന്ന്, വാർഷികത്തിന്റെ അന്ന്, വിവാഹ വാർഷികത്തിന്റെ അന്ന്, വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിൽ ഭാര്യ നല്ല സമ്മാനം കൊടുക്കും. ചിലപ്പോ കൊടുക്കുന്നത് ചിലപ്പോ നല്ല വില കൂടിയൊരു മൊബൈലായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ വസ്ത്രോ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു ബൈക്കോ എന്തെങ്കിലുമൊക്കെ ഭാര്യ വെഡിങ് ആനിവേഴ്സറിക്ക് ഭർത്താവിന് കൊടുക്കും. ഭർത്താവ് വലിയ സന്തോഷത്തോടെ വാങ്ങും. ഒരു ഗിഫ്റ്റ് കിട്ടിയതല്ലേ. എടാ, നീ അറിയുന്നുണ്ടോ? നീ അറിയാതെ നിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വർഷം കൊണ്ട് ഈ കിളി കൂട് വെക്കുന്നത് പോലെ, ചുള്ളിക്കമ്പടിച്ചു വെച്ചതുപോലെ എടുത്തു വെച്ച് ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നിനക്കിത് വാങ്ങിത്തന്നത്. പക്ഷെ കിട്ടിയപ്പോ വലിയ സന്തോഷമായി. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഈ ആരാ ഉമർ ബിൻ അബ്ദുൽ അസീസ്? തങ്ങള് 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഒരു വലിയ ഭരണാധികാരിയായിരുന്നു. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസും 1ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമറുൽ ഫാറൂഖ് തമ്മിലുള്ള ആ റിലേഷൻ, ആ ബന്ധം എന്താണെന്നറിയോ? അവർ തമ്മിലുള്ള ബന്ധം പറഞ്ഞു തരാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പാൽക്കാരി പെണ്ണിന്റെ വീട്ടില് ഒരു സംസാരം. ആ ചരിത്രം എല്ലാവർക്കും അറിയില്ലേ? പാലുകാരി പെണ്ണിന്റെ വീട്ടിലെ സംസാരം അറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ? അറിയാലോ. ഒരു വീട്ടിലെ ഒരു ഉമ്മയും മകളും തമ്മിൽ സംസാരിക്കുന്നു. ആ സംസാരത്തിന്റെ കാതലായ ഭാഗം ഇതാണ്. മോള് ഉമ്മയോട് പറയുന്നു, ഉമ്മ മോളോട് പറയുന്നു, മോളെ, നേരം വെളുക്കാനായി, പെട്ടെന്ന് പാലിൽ വെള്ളം ചേർക്കണം. എല്ലാ സ്ഥലത്തും നമുക്ക് പാല് കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പാലിൽ വെള്ളം ചേർക്ക്. ആ സമയത്ത് മകള് പറഞ്ഞു, ഉമ്മ, ഭരണാധികാരി ഉമറാൻ,
അറിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാൾ. അപ്പൊ ഉമ്മ പറയുന്നു, മോളെ ഈ രാത്രി ഏത് ഉമർ അറിയാനാ? അപ്പൊ മകള് പറഞ്ഞു, ഉമ്മ ഉമറല്ലേ അറിയാത്തതുള്ളൂ, അല്ല അറിയുന്നുണ്ടല്ലോ, പടച്ചോ അറിയുന്നില്ലേ? ഉമർ തങ്ങൾ പൊട്ടിക്കരഞ്ഞുപോയി. പാതിരാത്രിയുടെ നിശബ്ദതയിൽ വേഷപ്രച്ഛന്നനായി പ്രജകളുടെ ക്ഷാമക്ഷേമ അന്വേഷണത്തിന് വേണ്ടിയിട്ട് വീടുകളുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന മഹാനായ ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി വീട്ടിലേക്ക് അങ്ങ് ചെന്ന് സലാം പറഞ്ഞ് കയറി. എന്നിട്ട് ചോദിച്ചു, ഈ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോട്ടെ. 5000 കോടി രൂപയുടെ കല്യാണം നടന്ന രാജ്യത്താണ് നമ്മളുള്ളത്. 5000 കോടി രൂപയുടെ കല്യാണം നടന്ന രാജ്യത്താണ് നമ്മളുള്ളത്. ലോകം കണ്ട ഏറ്റവും വലിയൊരു ഭരണാധികാരി, ധീരനും വീരനും വില്ലാളി വീരനും വിജിഗീഷുവുമായ ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ ഭരണാധികാരിയായിരിക്കുമ്പോ തന്റെ മകനു വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന പെണ്ണ് പാൽ വിറ്റ് ജീവിക്കുന്ന ചെറ്റക്കൂരയിൽ താമസിക്കുന്ന ഒരു പാൽക്കാരി പെണ്ണിന്റെ മോളെ ഞാൻ എന്റെ മകനെ കെട്ടിച്ചു കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഉമ്മ ചോദിച്ചു, നിങ്ങൾ കളിയാക്കുകയാണോ ഉമറെ? അല്ല, ഇവളുടെ മതബോധം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കല്യാണം നടന്നു. ഉമർ തങ്ങളുടെ മകൻ പാൽക്കാരി പെണ്ണിന്റെ മകളെ കല്യാണം കഴിച്ചു. ആ കല്യാണ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ മുഹൂർത്തത്തിന് ഒരു പെൺകുട്ടി പിറന്നു. അവർക്ക് ഒരു പെൺകുട്ടി പിറന്നു. ആർക്ക്? ഉമർ തങ്ങളുടെ മകനും പാൽക്കാരി പെണ്ണിന്റെ മകൾക്കും ഒരു പെൺകുട്ടിയാണ് അള്ളാഹു കൊടുത്തത്. ആ പെൺകുട്ടി വളർന്നു വന്നു. ആ പെൺകുട്ടി വളർന്ന് വലുതായപ്പോൾ അവള് കല്യാണം കഴിപ്പിച്ചയക്കപ്പെട്ടു. ആ കല്യാണം കഴിപ്പിച്ചയക്കപ്പെട്ടപ്പോ ആ പെൺകുട്ടിയുടെ ഉമ്മയാരാ? പാല് വിറ്റ് നടന്ന പാവപ്പെട്ട ഒരു ഉമ്മയുടെ മകളാ. ആരാണ് ആ പെൺകുട്ടിയുടെ വാപ്പ? രാജ്യം ഭരിച്ച ലോകത്തിന്റെ ഭരണാധികാരി ഉമറിന്റെ മോനാ. ആ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. ആ പ്രിയപ്പെട്ട മകള് കല്യാണം കഴിച്ച് ആ മകൾക്കൊരു ആൺകുട്ടി പിറന്നു. ആ ആൺകുട്ടിയുടെ പേരാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ഉമ്മയുടെ വാപ്പയുടെ വാപ്പയാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ. അത്രയും വലിയ ബന്ധമാണ്. ഉമർ തങ്ങളുടെ മകന്റെ മകളുടെ മകനാണ് രണ്ടാം ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആ ഉമറാണ് ഒരു കുല മുന്തിരിക്ക് വേണ്ടിയിട്ട് ഭാര്യയോട് ചോദിക്കുന്ന കഥ മാപ്പിളപ്പാട്ടിന്റെ ആ രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥയല്ല മുന്തിരിക്ക് വേണ്ടി കൊതിച്ചത്, മറിച്ച് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാ. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ രാജ്യം ഭരിക്കുമ്പോ ഒരു ദിവസം ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക് നല്ല മധുരമുള്ളൊരു ഒരു പായസം പോലുള്ളൊരു സാധനം, ഹൽവ പോലുള്ളൊരു സാധനം, ഒരു കട്ടിയുള്ള സാധനം. നമ്മുടെ കണ്ണൂരൊക്കെ സ്പെഷ്യൽ ആയിട്ടുണ്ട്. എന്താണ്? അരീസാന്ന് എന്തൊക്കെയാണെങ്കിലും പറയാം. പ്രത്യേകം ഇഷ്ടപ്പെട്ടൊരു മധുര പലഹാരം കൊണ്ടുവന്ന് ഭാര്യ കൊടുത്തു. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യയാണ്. അപ്പൊ ചോദിച്ചു, ഇത് എവിടെന്നാന്ന് ചോദിച്ചു. അവരങ്ങനെയാണ്, എന്ത് കിട്ടിയാലും ഇത് എവിടെന്നാണ്, ഹലാലാണോ ഹറാമാണോ എന്ന് അവർക്ക് ബോധ്യം വരണം. ഇത് എവിടെന്നാന്ന് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ചെലവിന് തരുന്ന ആ പൈസയിൽ നിന്ന് ഞാൻ മിച്ചം പിടിച്ച് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാരാ? ഭരണാധികാരിയാ. അദ്ദേഹം കൊടുക്കുന്ന പൈസയിൽ നിന്ന് മിച്ചം പിടിച്ച് ഞാൻ കരുതി വെച്ചിട്ട് അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മധുരം തരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോ നമ്മളാണെങ്കിൽ എന്ത് പറയും? ഓ എന്റെ ചക്കരയല്ലേ, എന്റെ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ പുകഴ്ത്തും. ഉമർ ബിൻ അബ്ദുൽ അസീസ് നേരെ തിരിച്ചായിരുന്നു ചോദിച്ചു, അപ്പോ ഞാൻ നിനക്ക് ചെലവിന് തരുന്നതിൽ നിന്നാണല്ലേ നീ മിച്ചം പിടിച്ചത്? അതേ ഭർത്താവേ. അപ്പൊ ഉമർ ബിൻ അബ്ദുൽ അസീസ് ചോദിച്ചു, അപ്പൊ ഞാൻ നിനക്ക് തരുന്ന ചെലവിന്റെ കാശിൽ നിന്ന് മിച്ചം പിടിക്കാൻ ഉണ്ടല്ലേ? അതെ, അല്പം ഞാൻ ചെലവ് ചുരുക്കാറുണ്ട്. എന്നാൽ നാളെ മുതൽ അങ്ങനെ ചുരുക്കിയിട്ടേ ഞാൻ തരുള്ളൂ. കാരണം നമ്മൾ താമസിക്കേണ്ടത്, ജീവിക്കേണ്ടത് വളരെ ലഘുവായി ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. ആഡംബരം പാടില്ല. ഭരണാധികാരിയാ ഞാൻ. അതുകൊണ്ട് ലോകത്തെ ഏത് ഭരണാധികാരിക്ക് പറയാൻ പറ്റും, ഏത് രാഷ്ട്രീയക്കാരന് പറയാൻ പറ്റും, കേരളത്തിന്റെ സാഹചര്യങ്ങളെ പറ്റിയിട്ടൊന്നും
പറയാൻ പാടില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വേദികളിൽ പറയുന്നത് ശരിയുമല്ല. ഞാൻ അതിനൊട്ട് തയ്യാറാവുന്നുമില്ല. പക്ഷെ കണ്ടുപഠിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പൗത്രൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ കണ്ടുപഠിക്കണം. അങ്ങനെ ഭർത്താക്കന്മാർ കൊടുക്കുന്നതിൽ നിന്ന് മിച്ചം പിടിക്കുന്ന ഭാര്യമാരുണ്ട് മുൻകാലങ്ങളിൽ. ഇന്ന് മിച്ചം പിടിക്കാൻ ഒന്നും ഉണ്ടാവൂല. കൊടുക്കുന്നതന്നെ തികയാതെ വരുമ്പോ പാവങ്ങൾ അടിച്ചു മാറ്റും. അതിന് അള്ളാഹുവിന്റെ റസൂല് കേട്ടു നിന്നിട്ട് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദിന് പെർമിഷനും കൊടുത്തു. അതുകൊണ്ട് പുരുഷന്മാർ ഒന്നുകിൽ ഭാര്യമാർക്ക് മതിയായത് കൊടുക്കണം, ഇല്ലെങ്കിൽ പോക്കറ്റ് നന്നായിട്ടൊന്ന് സൂക്ഷിച്ചോളി. എപ്പോഴാ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞ് നിസ്കരിച്ചില്ലെങ്കിലും, നോമ്പിന്റെ മഹത്വം പറഞ്ഞ് നോമ്പ് പിടിച്ചില്ലെങ്കിലും, സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിലും ഈ മസ്അല ഇന്ന് മുതൽ അവരെ ഹയാത്താക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അള്ളാഹുവിന്റെ ഹബീബ് എല്ലാവരെയും കേൾക്കാൻ തയ്യാറായി. ഒരു ദിവസം ഒരു പെണ്ണ് ഓടി വരികയാണ്. പേര് ബരീറ. ബരീറ എന്ന പേരുള്ള ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരികയാണ്. ഹബീബായ പ്രവാചകന്റെ മുന്നിൽ ബരീറ എന്ന പേരുള്ള ഒരു സ്ത്രീ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ ഭർത്താവിനെ എനിക്ക് വേണ്ട, എന്റെ ഭർത്താവിനെ എനിക്ക് വേണ്ട. ആ സമയത്ത് ഭർത്താവ് പിന്നാലെ ഓടി വരികയാണ്. പേര് മുഗീസ് എന്നാണ്. ആ മുഗീസ് എന്ന പേരുള്ള ഭർത്താവ് വരുന്ന രംഗം ഹദീസുകളിൽ കാണാ. ഭർത്താവ് ഇങ്ങനെ കരഞ്ഞ് 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 കവിൾത്തടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുകയാ. കണ്ണുനീർ തുള്ളികളെ കവിൾത്തടത്തിലൂടെ ദാടിരോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് ഭർത്താവ് പറയുന്നു, നബിയേ, എനിക്കെന്റെ ജീവനാണ് എന്റെ ബരീറ, എന്റെ ഭാര്യ എനിക്കെന്റെ ജീവനാണ്, എന്റെ ഭാര്യ എനിക്ക് വേണം, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ബരീറ എന്ന ഭാര്യ പറയുന്നു, നബിയേ, എനിക്ക് ഈ മുഗീസിനെ വേണ്ട, എനിക്ക് യവനോടൊത്തുള്ള ജീവിതം വേണ്ട. നബിതങ്ങൾ ആകെ ധർമ്മസങ്കടത്തിലാവുകയാ. അടുത്തിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ നബിതങ്ങൾ ചോദിക്കുന്നു, എന്തേ നിനക്ക് ബരീറയുടെ വെറുപ്പും മുഗീസിന്റെ സ്നേഹവും നിന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? ഈ ബരീറയ്ക്ക് ഭർത്താവ് മുഗീസിനോടുള്ള വെറുപ്പും മുഗീസിന് തന്റെ ഭാര്യ ബരീറയോടുള്ള സ്നേഹവും നിന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ഒരു ഭാഗത്ത് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ്, മറുഭാഗത്ത് ഭർത്താവ് വേണ്ട എന്ന് വാശി പിടിക്കുന്ന ഭാര്യ. എന്താ റസൂലേ ഇതിൽ ഇടപെടുന്നത്? എങ്ങനെയാണ് അങ്ങ് ഇതിൽ തീർപ്പ് കൽപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് ബരീറ എന്ന ഭാര്യയോട് ചോദിച്ചത്, ഒരു പുനർവിചിന്തനത്തിന് തയ്യാറുണ്ടോ? ഒന്നുകൂടി അവന് അവസരം കൊടുത്തൂടെ? ഒന്നുകൂടി ഒന്ന് പുനർവിചിന്തനം നടത്തിക്കൂടെ? ആ സമയത്താണ് ബരീറ എന്ന് പറയുന്ന ഭാര്യ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, നബിയേ, ഇതങ്ങയുടെ കൽപ്പനയാണോ? ഇതങ്ങനെ നിർബന്ധിക്കുകയാണോ? എല്ലാവരും കേട്ടോ, ഇത് കോടതി ആരാ? ജഡ്ജി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ആരാണ് വന്നത്? ഈ കുടുംബ കോടതിയിലെത്തിയത് എനിക്ക് എന്റെ ഭർത്താവ് മുഗീസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബരീറ എന്ന പെണ്ണ്, ആ ഭാര്യ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് തളർന്നുകൊണ്ട് ഭർത്താവ് മുഗീസ് രണ്ടുപേരും വന്നപ്പോ അടുത്തിരിക്കുന്ന സാക്ഷികളോട് നബിതങ്ങൾ എന്ന ജഡ്ജി ചോദിക്കാൻ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ എന്ന്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അത്ഭുതം തോന്നാൻ. ഭർത്താവിനെ വെറുക്കുന്ന ഭാര്യ, ഭാര്യ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ്, എന്താ നബിയെ ചെയ്യാ? അല്ലാഹുവിന്റെ റസൂല് ഭാര്യയോട് ചോദിച്ചു, ഒരു പുനർവിചിന്തനത്തിന് തയ്യാറുണ്ടോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ആ സമയത്ത് ബരീറ നബിതങ്ങളോട് ചോദിക്കാൻ, നിങ്ങളുടെ കൽപ്പനയാണോ ഇത്? അവൻ പറഞ്ഞു, അല്ല, എന്റെ ശുപാർശയാണ്, എന്റെ ശുപാർശയാണ്. ആ സമയത്ത് ബരീറ എന്ന സ്ത്രീ നബിതങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ കൽപ്പനയാണെങ്കിൽ ഇപ്പോ ഞാൻ മുഗീസിനോടൊപ്പം വീട്ടിലേക്ക് പോകും. കാരണം അങ്ങയുടെ കൽപ്പന ധിക്കരിച്ചാൽ എനിക്ക് നരകമാണ്. പക്ഷേ അങ്ങയുടെ ശുപാർശയാണെങ്കിൽ എനിക്ക് വേണ്ട നബിയെ. ഈ പറയുന്ന മുഗീസിനെ എനിക്ക് വേണ്ട. എനിക്ക് സ്വയം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നിങ്ങളുടെ ശുപാർശ മാത്രമാണോ? എങ്കിൽ ഞാൻ പറയുന്നു, നബിയെ, അങ്ങ് ഈ വിഷയത്തിൽ ഇനി ഇടപെടരുത്. എനിക്ക് ഇയാളെ വേണ്ട.
അല്ല കൽപ്പനയാണെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടു. എന്റെ ഈ ലോകത്തെ ജീവിതത്തിൽ എനിക്ക് മുഖീസു മതി. കാരണം നിങ്ങളെ ധിക്കരിച്ചാൽ എനിക്ക് നരകമായിരിക്കും. എനിക്ക് വേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ട ആ ബരീറ എന്ന് പറയുന്ന ഭാര്യ മുഖീസ് എന്ന ഭർത്താവിന് വേണ്ട എന്ന് തീരുമാനിച്ചു. നിങ്ങൾ അറിയണം, ഇന്നത്തെ കോടതികളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ടൊന്ന് തുലനം ചെയ്തേ. കോടതിയിൽ എന്താ നടക്കുന്നത്? കോടതിയിൽ ജഡ്ജിമാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ശുപാർശ ചെയ്യാം, പക്ഷെ നിർബന്ധിച്ച് പലതും ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഈ നാട്ടില് എന്താണ്, ഒരു പെണ്ണ് ജീവിത അവസാനം വരെയും ഒരു ഭർത്താവിന് സഹിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ദാരുണമായ ഒരവസ്ഥ. പാവം പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? ജനിച്ച് വളർന്ന് 10-18 വയസ്സാകുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സ്വന്തം വീട്ടിൽ ഉമ്മ പറയും, അല്ലെങ്കിൽ നീ ഇവിടെ വളരേണ്ടവളല്ല, നിന്നെ 2 കൊല്ലം കഴിഞ്ഞാൽ കെട്ടിച്ചു വിടും, നീ പോകേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ്. കണ്ണൂര് പിന്നെ അറയായതുകൊണ്ട് തിരിച്ചാണ് അല്ലെ. കണ്ണൂര് പിന്നെ ഭർത്താവിനെ അവിടെ കൊണ്ടുവന്ന് വരികയാണ്. ഭർത്താവിനെ കൊണ്ടുവന്ന് ഇതേ സംസ്കാരമാണ് ലക്ഷദ്വീപുകളില്, കണ്ണൂർ സംസ്കാരമാണ് ലക്ഷദ്വീപുകളില്. കാരണം എന്താണെന്നറിയോ? കണ്ണൂര് എങ്ങനാണോ അങ്ങനാണ് ലക്ഷദ്വീപില്. കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണം നടന്ന് ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാണ്. അതാണ് ഈ ലക്ഷദ്വീപുകളിലെ സംസ്കാരം. ഞാൻ പറയുന്നത്, ഒരു പെണ്ണ് വളർന്നു വലുതായി കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങൾ വന്നാൽ ഉമ്മ പറയും, വാപ്പ പറയും, അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ടവളല്ല, 2 കൊല്ലം കഴിഞ്ഞാൽ കെട്ടിച്ചു വിടും, നീ പാത്രവും കലവും കഴുകേണ്ടത് വല്ലവന്റെ വീട്ടിൽ പോയിട്ടാണ്, ഇവിടെ നീ ജീവിക്കേണ്ടവളല്ല എന്ന്. ഈ പാവപ്പെട്ടവളെ കെട്ടിച്ച് നീ അവിടെ വിട്ടാലോ? അവിടെ ചെന്ന് കയറുമ്പോ അവര് പറയുന്നത് എന്താണെന്നറിയോ? നീ വന്നു കയറിയവളാണ്, ഇവിടെ വന്നവളല്ല എന്ന്. ശരിയല്ലേ? ഉമ്മയും വാപ്പയും പറയും, നീ ഇവിടെ വളരേണ്ടവളല്ല, നീ 10-18 വയസ്സ് കഴിഞ്ഞാൽ അപ്പുറത്ത് വളരേണ്ടവളാണ്. അവിടെ കല്യാണം കഴിഞ്ഞ് അയക്കുമ്പോ അവര് പറയുന്നത് എന്താണ്? നീ സത്യത്തില് വന്നു കയറിയവളാണ്, ഇവിടെ ഉണ്ടായവളല്ല എന്ന്. അപ്പൊ പെണ്ണിന് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്തൊരു ദുരവസ്ഥ വരൂലേ? ചിന്തിച്ചു നോക്ക്. അവിടെയാണ് ഇസ്ലാമിന്റെ സംസ്കാരം. നബിതങ്ങൾ കേട്ട് മറുപടി കൊടുത്തത് അവിടെയാണ്. ബരീറ, നിനക്കൊരു പുനർവിചിന്തനം നടത്താൻ കഴിയോ? ഇല്ല നബിയെ, അങ്ങയുടെ കൽപ്പനയാണെങ്കിൽ ഞാൻ ശിരസാ വഹിച്ചോളാം, അങ്ങയുടെ ശുപാർശയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. കോടതികളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടാൽ ആ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവള് ചിലപ്പോ നാണം കൊണ്ട് പുറത്തു പറയില്ല, പേടി കൊണ്ട് പറയില്ല. അവളുടെ നഗ്ന ചിത്രങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന പേടിയിൽ അവൾ പറയില്ല. പിന്നീട് എപ്പോഴോ ധൈര്യം സംഭരിച്ച് ആ പെണ്ണ് ഏതെങ്കിലും കോടതിയിൽ ചെന്ന് ചോദിച്ചാൽ കമന്റ് രാജാക്കന്മാര് താഴെ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, ഇത്രയും നാള് നീ എവിടെയായിരുന്നു എന്ന്. ഇത്രയും നാള് നീ എവിടെയായിരുന്നു? വർഷം കുറെ കഴിഞ്ഞില്ലേ, ഇപ്പോഴാണോ നിന്നെ പീഡിപ്പിച്ചത് പുറത്തു പറയുന്നത്? ഇത്രയും നാള് നീ എവിടെയായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. കോടതിയിൽ പോയാൽ ഒന്നുകൂടി അവളെ പീഡിപ്പിച്ച രംഗങ്ങൾ അവളുടെ മനസ്സിൽ തികട്ടി വരാൻ ആ വരത്തക്ക വണ്ണം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ, അവൾക്ക് മാനസികമായ സംഘർഷത്തിൽ അകപ്പെടുന്ന അവസ്ഥ. അവിടെയാണ് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു പെണ്ണിന്റെ സങ്കടം കേട്ടു നിന്നത്. എന്നിട്ട് പറഞ്ഞു, നിനക്കൊന്നുകൂടി അയാളോടൊപ്പം ജീവിക്കാൻ ഒരു അവസരം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കേ. ഇല്ല നബിയെ, അങ്ങയുടെ ശുപാർശയാണെങ്കിൽ ഞാൻ പറയുന്നു എനിക്ക് അയാളോടൊത്തുള്ള ജീവിതം വേണ്ട എന്ന്. ആ നിലയിൽ ഒരു പെണ്ണിനെ കേൾക്കാൻ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ തയ്യാറായി എന്നുള്ളതാണ്. പെണ്ണിന് ഇസ്ലാം കൊടുക്കുന്ന ഇത്രയും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ലോകത്തൊരു മതവും കൊടുക്കുന്നില്ല, ലോകത്തൊരു പ്രത്യയശാസ്ത്രവും കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞതെല്ലാം പലതിൽ ചിലത് മാത്രമാണ്. സൗന്ദര്യത്തിന്റെ പേരിൽ എത്രയോ ഭർത്താക്കന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഭാര്യമാർ ഇറങ്ങിപ്പോയി. അറിയില്ലേ? കല്യാണം കഴിഞ്ഞ് എന്റെ വാപ്പായും ഉമ്മയും തലയിൽ വെച്ച് തന്നതാണ്, എന്തൊരു വിധിയാണ് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ എത്രയോ ഭാര്യമാര് ആ ഭർത്താവിനേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ കാണുമ്പോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ചിന്തിച്ചു നോക്ക്.
നബി തങ്ങളുടെ മുന്നിൽ സാബിത്ത് ബിൻ ഖൈസിന്റെ ഭാര്യ ഉബയ്യ് ബിൻ സലൂലിന്റെ മകളായ ജമീല, ആ സ്ത്രീയുടെ പേര് പോലെ സൗന്ദര്യമുള്ളവളാണ് ജമീല, അഴകുള്ളവൾ, ഏറ്റവും വലിയ സൗന്ദര്യം. ഉബയ്യ് ബിൻ സലൂലിന്റെ മകളാണ്, സാബിത്ത് ബിൻ ഖൈസിന്റെ ഭാര്യയാണ്. ആ ഭാര്യ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ഈ സാബിത്തിനെ പറ്റി എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ദീനിയായി എനിക്കൊന്നും പറയാനില്ല. അയാളുടെ സ്വഭാവം വളരെ ക്ലിയറാണ്, പക്ഷേ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. അയാൾക്ക് സൗന്ദര്യം കുറവാണ്, അയാൾക്ക് സൗന്ദര്യം കുറവാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരുമ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്താ ചോദിച്ചതെന്നറിയോ? ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, നീ തീരുമാനിച്ചോ അങ്ങനെ? അതേ നബിയെ, തീരുമാനിച്ചു. അവിടെ അള്ളാന്റെ റസൂൽ ചോദിച്ചില്ല, ജമീല, നിന്റെ കല്യാണം നടന്നപ്പോ നിനക്ക് കണ്ണില്ലായിരുന്നോ? നീ എന്തേ അന്നൊന്നും ഇയാളെ ഒഴിവാക്കാത്തത്? ഇപ്പൊ എന്താ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് എന്ന് ചോദിക്കാതെ, നീ തീരുമാനിച്ച കാര്യമാണോ? അതേ നബിയെ, എനിക്ക് തീരുമാനിച്ച കാര്യമാണ്. ആ പറച്ചിലങ്ങോട്ട് റസൂലുള്ളാഹിന്റെ കാതുകളിൽ എത്തിയപ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്ത് ചെയ്തെന്നറിയോ? ഈ പെൺകുട്ടിക്ക് വിവാഹമോചനത്തിനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. എന്തിനാ കൊടുത്തതെന്നറിയോ? നാളൊരു സമയത്ത് ഈ പെണ്ണ് മോശമായ രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഏതെങ്കിലും നിലയിൽ ഒരു ദുർവൃത്തി, ഏതെങ്കിലും ദുർമാർഗത്തിൽ ഈ പെണ്ണ് പോവുകയോ, അല്ലെങ്കിൽ ഭർത്താവിനെ അനുസരിക്കാത്തൊരു സാഹചര്യം പിന്നീട് ഉണ്ടാവും. സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭർത്താവിനെ അനുസരിക്കാത്തൊരു ഭാര്യ, അല്ലെങ്കിൽ അവൾ ദുഷ്പ്രവർത്തികളിലേക്ക് പോകുമെന്ന് പേടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ഭർത്താവ് സാബിത്ത് ബിൻ ഖൈസിന് സൗന്ദര്യം കുറവാണെങ്കിൽ ജമീല, അയാളെ ഒഴിവാക്കിക്കോ. നിനക്കങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ബോധ്യം ഒരു പെണ്ണ് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ വിവരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു അഭിപ്രായം പറഞ്ഞ് ആ ജീവിതത്തെ ഒരു കുടുസായ മനോഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ഒരു പെണ്ണിന്റെ ജീവിതവും അവളുടെ മനസ്സും അവളുടെ ശരീരവും ക്ഷയിച്ചു പോകുന്നതിനെ അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും വിശാലമായ സ്ത്രീകളെ കേൾക്കുന്ന ഒരു പ്രവാചകൻ, ഒരു നായകൻ, നമ്മുടെ നായകനല്ലാതെ ലോകത്ത് വേറെ ആരാ ഉള്ളത്?